ഗലാത്യലേഖനം 1:6 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിപരീത സുവിശേഷത്തെപ്പറ്റി. സുവിശേഷം ഒന്നേ ഉള്ളൂ. 2 തീമോഥെയോസ് 2:8-9 തിരുവചനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസ്ലീഹ എന്ന ഗാനം ഈ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ളതാണ്. പുതിയ നിയമത്തിലെ ശാപം രക്ഷയ്ക്കുള്ള ശിക്ഷയാണ്, നാശത്തിനല്ല. ശൗൽ യഹൂദ മനസാക്ഷിയുടെ പ്രേരണയാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. പിന്നീട് മനസാക്ഷി ക്രിസ്തീകരിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത് തന്നെ ഉദാഹരണം. മാനുഷികമായ പലതിനെ ദൈവികമായ ഒന്നാക്കുവാനാണ് ദൈവം മനുഷ്യനായി വെളിപ്പെട്ടത്. നമുക്കും പൗലോസിനെ പോലെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാകാം. ദൈവത്തെ പ്രസാദിപ്പിക്കാം, സത്യമാർഗത്തിൽ ജീവിക്കാം. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.